ഇപ്പോൾ സൈനികൻ തോമസ് ചെറിയാൻ്റെ മൃതദേഹം കാരൂർ സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അന്ത്യ ശുശ്രൂഷ കർമ്മങ്ങൾ ഇപ്പോൾ പള്ളിയിൽ നടക്കുകയാണ്. രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജും ജില്ലാ കളക്ടറും സംസ്ഥാന സർക്കാരിനായി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. 56 വർഷം മുമ്പ് ലഡാക്കിൽ തകർന്ന വിമാനത്തിൽ പെട്ട 102 പേരിൽ ഒരാളായിരുന്നു തോമസ് ചെറിയാൻ. തോമസ് ചെറിയാൻ്റെ ഉൾപ്പെടെ 4 പേരുടെ മൃതദേഹമാണ് മഞ്ഞുമലയിൽ നിന്ന് കണ്ടെടുത്തത്. മറ്റ് 3 പേരെ തിരിച്ചറിഞ്ഞു. തോമസ് ചെറിയാൻ ഉൾപ്പെടെ 3 പേരെ തിരിച്ചറിയുകയും ഒരാളെ ഇനി തിരിച്ചറിയാനുണ്ട്. 102 പേരാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ കരൂർ സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ആരോഗ്യമന്ത്രി വീണ ജോർജ്, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. ഇന്നലെയാണ് ഝാർഖണ്ഡിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹം വിലാപയാത്രയായാണ് ഇന്ന് ഇലന്തൂരിലെ എത്തിച്ചത് വീട്ടിൽ. അതിനുശേഷം ഇപ്പോൾ കാരൂർ ഓർത്തഡോക്സ് പള്ളിയിൽ അന്തിമ ശുശ്രൂഷ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 22-ാം വയസ്സിൽ 1968 ഇന്ത്യൻ എയർഫോഴ്സിലെ ക്രാഫ്റ്റ്സ്മാനായി ജോലിയിൽ പ്രവേശിച്ച തോമസ് ചെറിയാൻ വിമാനയാത്രയ്ക്കിടെ ചണ്ഡീഗഡിൽ നിന്ന് ലഡാക്കിലേക്കുള്ള വിമാനയാത്രയ്ക്കിടെ വിമാനം തകർന്നു വീണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ നെയിം പ്ലേറ്റിൽ നിന്നുള്ള പേരുവിവരങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് തോമസ് ചെറിയാനാണ് മൃതദേഹമാണ് കിട്ടിയതെന്ന് സ്ഥിരീകരിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ സൈനികർ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയും ഒപ്പം തന്നെ സംസ്ഥാനത്തെയും അറിയിക്കുകയും ചെയ്തു. ഇന്നലെയാണ് സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വീണ ജോർജാണ്, തന്നെ ജില്ലാ കളക്ടർ ഇപ്പോൾ അവിടെ കരൂർ ഓർത്തഡോക്സ് പള്ളിയിൽ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും രാവിലെ വിലാപയാത്രയായാണ് അദ്ദേഹത്തിൻ്റെ തോമസ് ചെറിയാൻ്റെ മൃതദേഹം ഇലന്തൂരിൽ എത്തിച്ചത്. തോമസ് ചെറിയാനോടൊപ്പം ഒരു മലയാളി കൂടി അന്നേ ദിവസമുണ്ടായ 1968 ആ വിമാനാപകടത്തിൽ മരിച്ചതായുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയിട്ടില്ല. 4 പേരുടെ മൃതദേഹമാണ് മഞ്ഞിൽ കുറഞ്ഞ നിലയിൽ കണ്ടെടുക്കുകയും ചെയ്തു. ഇപ്പോൾ സുജു ടി ബാബു ചേരുന്നു ഇലന്തൂരിൽ നിന്ന്. സുജു, അവിടെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വീണ ജോർജ് തോമസ് ചെറിയാന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമോ? എന്താണ് ഇനി അവിടെ നടക്കുന്ന ചടങ്ങുകൾ? അൻപത്തിയാറ് വർഷം മുമ്പ് വിമാനാപകടത്തിൽ മരിച്ച സൈനികൻ തോമസ് ചെറിയാൻ്റെ മൃതശരീരം അല്പസമയത്തിനകം പള്ളിയിൽ സംസ്കരിക്കും. ഇപ്പോൾ പള്ളിയിലെത്തിച്ച മൃതദേഹത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ്, ജില്ലാ കളക്ടറും സംസ്ഥാന സർക്കാരിനായി അന്ത്യ ഉപചാരം അർപ്പിച്ചു. ഇലന്തൂരിൽ നിന്നും വിലാപയാത്രയാണ് മൃതദേഹം വീട്ടിൽ എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ സുജു ടി ബാബു ചേരുന്നു. സുജു, അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ 3 മണിയോടുകൂടി നടക്കുമെന്നാണ് നേരത്തെ നമുക്കറിയാൻ കഴിഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ എന്താണ് അവിടെ നടക്കാനുള്ള ചടങ്ങുകൾ? 3 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമോ? ഇപ്പോൾ തോമസ് ചെറിയാൻ്റെ അന്ത്യ ശുശ്രൂഷ കർമ്മങ്ങളാണ് ഇലന്തൂരിൽ കാരൂർ സെൻറ്റ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.